മിസ്റ്റർ ആറാട്ടണ്ണൻ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ ഈ തിയേറ്ററിൽ തന്നെ ആണോ കിടപ്പ്? ആരെങ്കിലും സെലിബ്രിറ്റിയെ കിട്ടുമോ, അങ്ങോട്ട് പോയി കൈ കൊടുക്കുക, ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, വീഡിയോ ഇടുക. എന്ത് കുന്തമാണിത്? കുറേ ആളുകൾ പറയുന്നു ഐശ്വര്യലക്ഷ്മിക്ക് എന്തൊരു ജാടയെ കൈ കൊടുക്കാൻ പോയിട്ട്. ഈ ആറാട്ടണ്ണൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഈ ഐശ്വര്യലക്ഷ്മിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി ഐശ്വര്യ കണ്ടിട്ടുണ്ടാവും. അവരപ്പോൾ എന്തിന് ആറാട്ടണ്ണന് കൈ കൊടുക്കണം? എന്തിന് വെറുതെ ഒരു റിസ്ക് എടുക്കണം? ഇങ്ങാരെ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ എല്ലാം അങ്ങ് പോവുക. സെലിബ്രിറ്റി ക്രഷ് കൊണ്ട് എനിക്ക് അവരോട് ക്രഷാണ്, എനിക്ക് ഇവരോട് ക്രഷാണ്. എന്ത് ഇയാളാര് ക്രഷണ്ണനോ? ആളുകൾ പറയുന്നുണ്ട് ഐശ്വര്യലക്ഷ്മി ഭയങ്കര ജാട. എന്ത് ജാട? അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവർക്ക് ചെയ്തുകൂടെ? അവർക്ക് ഇങ്ങാരെയും കൊണ്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഐശ്വര്യലക്ഷ്മിക്ക് ഇന്നത്തൊന്നും കിട്ടാനില്ല. കൈ കൊടുത്താൽ ഓക്കെ, കൊടുത്തില്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെ എപ്പോൾ എന്ത് വന്നാലും അങ്ങ് മുട്ടുക, കയറി മുട്ടുക. സെലിബ്രിറ്റിയെ കണ്ടു കഴിഞ്ഞാൽ കയറി മുട്ടുക. ദ സെൽഫ് പ്രൊക്ലൈംഡ് സെലിബ്രിറ്റിയാണ് ആറാട്ടണ്ണൻ. ഞാനൊരു വലിയ സംഭവമാണ്, ഞാൻ ആറാട്ടണ്ണൻ, ആദ്യത്തെ തിയേറ്റർ റിവ്യൂവർ ഞാനാണ്. എനിക്ക് ശേഷമാണ് ഇവരൊക്കെ വന്നത്. അതും ആ ഒരു സ്വയം പൊങ്ങിയും മര്യാദയും ഒട്ടും തീട്ടിയിട്ടില്ലാത്ത ആറാട്ടണ്ണൻ മറ്റുള്ളവരെ കുറ്റം പറയും. അവൻ കൊള്ളത്തില്ല, എന്തോ അവൻ്റെ പേര്, വേറൊരുത്തനുണ്ടല്ലോ ഡാൻസും കളിച്ചുകൊണ്ട് കിടക്കുന്നത്, എന്താ അവൻ്റെ പേര്, അവൻ്റെ പേരും കിട്ടുന്നില്ല ഗൈസ്. അവനെ കുറ്റം പറയുക. ആദ്യത്തെ തിയേറ്റർ റിവ്യൂവർ സെലിബ്രിറ്റി ഞാനാണ്. പൊതുവേ ഭൂരിഭാഗം ആൾക്കാരുടെ ഇടയിലും എനിക്കൊരു കോമാളി ഇമേജാണ് ഉള്ളത്. അത് ചില മീഡിയക്കാർ അവരുടെ സെൽഫിഷ് കാര്യങ്ങൾ വേണ്ടി ഉപയോഗിച്ചാണ്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, എന്നിട്ട് സെലിബ്രിറ്റിയെ സ്റ്റോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക, കോമൺ സെൻസില്ലാതെ സംസാരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചെറുപ്പത്തിൽ മാത്സിൽ പ്രോഡിജി ആയിരുന്നു. 10th വെച്ചാൽ 2 മണിക്കൂർ കണക്ക് മാത്സ് എക്സാം അല്ല 1/2 മണിക്കൂർ ചെയ്യുമായിരുന്നു. എൻ്റെ വീട്ടുകാരുടെ യൂസ്വൽ പ്രഷർ അനുസരിച്ചാണ് ഞാൻ മെഡിസിനിലേക്ക് ട്രാവൽ. അങ്ങനെ പോയില്ലെങ്കിൽ ഞാൻ ഒരു IIT അങ്ങനെ പോകേണ്ട ആളായിരുന്നു. ഇത്രയും വിവരവും ബുദ്ധിയുള്ള നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട് മുമ്പോട്ട് പോവുക. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് ഫെയിമിന് വേണ്ടി നിങ്ങളെ തന്നെ പൊട്ടനാക്കരുത്. ഇത് കോപ്രായത്തരം കാണിച്ച് എനിക്ക് ഫെയിം മതി എന്നുള്ള രീതിയിൽ പോകരുത്. എസ്പെഷ്യലി ഇപ്പോൾ ഈ കാണുന്ന ഈ നെഗറ്റീവ് സംഭവങ്ങളൊക്കെ ഒരു മെയിൻ ആൾ നിങ്ങളാണ്. നിങ്ങളുടെ കുറേ അവതാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ സിനിമയ്ക്ക് ഓരോരോ അവതാരങ്ങൾ. ഇതെല്ലാം ഞങ്ങളല്ലയോ സഹിക്കേണ്ടത്? എല്ലാം കൂടെ നാട്ടുകാരുടെ കൊണ്ടേക്കൊണ്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് അവർ സഹിക്കണ്ടേ? ഇവിടുത്തെ ഓൺലൈൻ മീഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അങ്ങനത്തെ പലതും ഉണ്ടായതുകൊണ്ട് അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി എന്നെ വേറെ രീതിയിലൊരു ഇമേജ് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നാട്ടിലെ ഓൺലൈൻ മീഡിയ ഒക്കെ കട്ടപ്പുറത്താണ്. ആകെ കട്ടപ്പുറത്തിരിക്കുന്ന സോഷ്യൽ മീഡിയക്കാർ മൊത്തം ആറാട്ടണ്ണനെ ഉപയോഗിച്ചാണ് നിലനിൽക്കുന്നതെന്നാണ് ആറാട്ടണ്ണൻ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമ ഓഫറിൽ വരുന്നത് ഞാൻ പോകാത്ത കാരണം എനിക്കൊരു ഗ്ലാമർ സെലിബ്രിറ്റി ആവാൻ താല്പര്യമില്ല. അങ്ങനെ പറയല്ലേ ആറാട്ടണ്ണ, നിങ്ങളുടെ ഗ്ലാമർ കാണാൻ നാട്ടുകാർ വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ഫാൻസിനെ വിഷമിപ്പിക്കരുത് കേട്ടോ ആറാട്ടണ്ണ. I want to be known as an intellectual celebrity like Albert Einstein, Bertrand Russell. എനിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, സന്തോഷ് വർക്കി പറഞ്ഞ്. യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട്, ആറാട്ടണ്ണൻ പറഞ്ഞ്. ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആവാനാണ് ആഗ്രഹം, ആൽബർട്ട് ഐൻസ്റ്റീനെ പോലൊക്കെ. അങ്ങനെയുള്ള ആറാട്ടണ്ണനെ നിങ്ങളിങ്ങനെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് കാണിച്ച് താഴ്ത്തല്ലേ. നിങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ആവേണ്ട ഒരു വലിയൊരു മഹത് വ്യക്തിത്വത്തിനെ ഇങ്ങനെ ഇട്ട് കളിയാക്കി കൊല്ലരുത്. നിങ്ങളിങ്ങനെ പറ്റിക്കരുത്. നിങ്ങളുടെ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടി താഴെ ഇറക്കാൻ വേണ്ടി ആറാട്ടണ്ണനല്ല ഉപയോഗിക്കേണ്ടത്. മൂപ്പർ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയൊക്കെ ഉള്ളൊരു മഹത് വ്യക്തിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇവിടെ എല്ലാം ഒരു സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് ഫാൻസുകാരുടെ. അതുകൊണ്ട് ഞാൻ എത്ര നന്നായിട്ട് എഴുതിയാലും നെഗറ്റീവ് മോശം കമൻസാണ് അവർ ചെയ്തത്. ഐ തിങ്ക് ഇറ്റ് ഇസ് എ പെയ്ഡ് സൈബർ അറ്റാക്ക്. അണ്ണൻ എന്ത് നല്ലത് കാണിച്ചാൽ നിങ്ങൾ കുറ്റം പറയുക? അണ്ണൻ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സെലിബ്രിറ്റീസിൻ്റെ പുറകെ പോയി അവരോട് കൈ കൊടുത്ത് അകത്തോട്ട് കയറി സംസാരിക്കുക, അപ്പോൾ സെലിബ്രിറ്റീസിനൊക്കെ തട്ടിക്കയറി സംസാരിക്കാൻ പോകുന്നത്, അതുപോലെ വേണ്ടാത്തതൊക്കെ വിളിച്ച് പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള ആറാട്ടണ്ണനെ നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ പുള്ളിയെ സൈബർ അറ്റാക്ക് ചെയ്യുകയാണ്. ശരിയാണോ അത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത്രയും നല്ലൊരു മനുഷ്യനെ നിങ്ങൾ ആകെ നാറ്റിക്കുന്ന എന്ത് മര്യാദയുടെ അത്?
അപ്പോൾ മീഡിയക്കാർ, ഓൺലൈൻ മീഡിയക്കാർ എസ്പെഷ്യലി, അവർ ജീവിക്കാൻ വേണ്ടി അവരെന്നെ കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഗവൺമെൻറ് 2022 ഫെബ്രുവരി 18 ആ ദിവസമാണ് ഞാൻ വൈറലായത്. നിങ്ങൾ നാട്ടുകാർക്ക് അതൊരു കറുത്ത ദിനമാണ്. അന്നാണ് ഇതിനെല്ലാം തുറക്കം കുളിച്ചത്. ഇതിൻ്റെ പുറകെ വരിയായിട്ട് കുറേ എണ്ണം ഇറങ്ങി. ഇപ്പോഴും നിന്നിട്ടില്ല. നിങ്ങൾ തുടങ്ങി വെച്ചത് ഇന്നിപ്പോൾ ഒരു പുതിയ പടം ഇറങ്ങിയാൽ പോലും അത് തിന്നിട്ടില്ല. വൈറലായി പോലെ വൈറലായിക്കൊണ്ട് കുറേ എണ്ണം ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ സഹിക്കേണ്ടതാരാണ്? പക്ഷെ എന്നെ അനുകരിച്ച് വേറെ കുറേ ആൾക്കാർ വന്ന് കുറേ കോമാളിത്തരം കാണിച്ചു. ഇപ്പോൾ അവരെ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അണ്ണൻ പറയുന്നത്, അണ്ണൻ നല്ല നല്ല കാര്യങ്ങൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ കുറേ കോമാളിത്തരം കാണിക്കുന്ന ആളുകൾ അതിൻ്റെ പുറകെ വന്നിട്ടുണ്ട്. മൂപ്പർ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പുറകെ വന്ന ആളുകൾ ചെയ്യുന്നത് എന്നാണ് ആറട്ടണ്ണം പറയുന്നത്. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആറട്ടൻ്റെ വില കളയരുത്. ഇത്രയും കേരളത്തിലെ ഒന്നാമത്തെ വൈറൽ സെലിബ്രിറ്റിയായ എന്നെ നാണം കെടുത്തുമല്ലേ എൻ്റെ പുറകെ വന്ന ആളുകൾ എന്നാണ് ആറട്ടണ്ണം ചോദിക്കുന്നത്. ഒരു ടൈം ഇവിടെ കോസ്മോളജി എങ്ങനെ പോപ്പുലറൈസ് ചെയ്തു, അതുപോലെ ഫിലോസഫി പോപ്പുലറൈസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഫിലോസഫിയും ക്വാണ്ടം ഫിസിക്സും അങ്ങനത്തെ പല കോട്ടുകൾ, അങ്ങനത്തെ പല കാര്യങ്ങളും എഴുതാറുണ്ട്. പിന്നെ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒരു വീഡിയോ, ഒരു ഇൻ്റർവ്യൂ 6 ലക്ഷം പേരെ കണ്ടത്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിന് സൊസൈറ്റിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണ, അല്ലാതെ ഇങ്ങനെ ഓരോന്നും കാട്ടിക്കൂട്ടാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ വില കളയാതെ. നിങ്ങൾക്ക് നല്ല നല്ല കഴിവുകൾ ഉണ്ടെന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾക്കിതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആ ചെയ്യേണ്ട കാര്യത്തിലോട്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലോട്ട് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ഈ കോമാളിത്തരം അല്ലെങ്കിൽ ഒരു ഫെയിമിന് വേണ്ടി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇതൊക്കെ ആഗ്രഹിച്ച് അതിൻ്റെ പുറകെ പോകുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് എന്താണ് നാട്ടുകാർ നിങ്ങളെ കോമാളിയായിട്ട് കാണുന്നു. അല്ലാതെ ഈ ഓൺലൈൻ മീഡിയയോ ബാക്കിയുള്ള ആരും ഒന്നും വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെന്ത് ചെയ്യുന്നു എന്നിടത്താണ് കാര്യം. പൃഥ്വിരാജിനെ ഒരുപാട് കളിയാക്കി. പണ്ട് രാജപ്പനെ വിളിച്ച പൃഥ്വിരാജ് ഇപ്പോൾ രാജുവേട്ടനായി മാറി. അതുപോലെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിവേ ഇതുപോലത്തെ ടോക്സ് ഞാൻ പറയുന്നത്, പൃഥ്വിരാജ് 2010-2011 ആ ഒരു സമയത്ത് എങ്ങനെ അറിയപ്പെട്ടിരുന്നു. രാജപ്പൻ എന്ന് വിളിച്ച പൃഥ്വിരാജിനെ ഇപ്പോൾ 2020 ആയപ്പോഴത്തേക്ക് ആളുകൾ മാറ്റി രാജുവേട്ട എന്ന് വിളിച്ചു. അതുപോലെ ആറട്ടെണ്ണം വിശ്വസിക്കുന്നത് ഈ 2020-2022 കാലയളവിൽ എന്നെ ഇങ്ങനെ മണ്ടനായിട്ട് കാണുന്ന ആളുകൾ ഒരു 2030-2032 കാലയളവാകുമ്പോഴത്തേക്കും മാറ്റിപ്പറയും. അണ്ണനെ ഒരു 10 വർഷം കഴിയുമ്പോൾ ആളുകൾ തിരിച്ചറിയുമെന്നാണ് അണ്ണൻ പറയുന്നത്. അണ്ണൻ്റെ വിശ്വാസം അണ്ണനെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഈ സെലിബ്രിറ്റിയുടെ പുറകെ നടന്ന് ക്രഷും പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എത്ര ക്രഷുണ്ട്? ആരെ കണ്ടാലും നിങ്ങൾക്ക് ക്രഷാണ്. അവർക്കൊക്കെ തിയേറ്ററിൽ പോലും വരാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ നിങ്ങൾ കാരണം. അവരൊക്കെ വരുന്ന തിയേറ്ററിൻ്റെ അവിടെ തന്നെ പോവുക, അവരെ ക്യാൻവാസ് ചെയ്യാൻ നോക്കുക. എന്താണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? ഈ ഒരു കാലത്ത് സ്വയമായിട്ട് ഒരാൾക്ക് വേണമെന്ന് തോന്നിയാൽ ചെയ്യാം, കൈ കൊടുക്കണേ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അവർക്ക് തലയിൽ ഈ പ്രശ്നം വലിച്ചു കേട്ടേണ്ട ആവശ്യമില്ല. എന്നിട്ട് കൈ കൊടുത്തിട്ട് പറയണം അത് ഐശ്വര്യലക്ഷ്മിക്ക് എന്നോടും ക്രഷാണ്, എനിക്ക് ഐശ്വര്യലക്ഷ്മിയോടും ക്രഷാണ്, ഐശ്വര്യലക്ഷ്മി അങ്ങനെയാണ്, ഐശ്വര്യലക്ഷ്മി ഇങ്ങനെയാണ്. അതിനാവശ്യമില്ലടേ, ഐശ്വര്യലക്ഷ്മിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആറാട്ടൻ ചെയ്ത ഇമാതിരി പരിപാടികളിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.